തങ്ങളോട് പ്രവർത്തിച്ച അനീതി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാതെയാണ് ബൈബിളിലായാലും സ്ത്രീകൾ നിലനിൽക്കുന്നത്. പുരുഷന്റെ സ്പർശം ഏറ്റിട്ടില്ലാത്ത 2 പെൺകുട്ടികളുണ്ട്, നിങ്ങൾക്ക് തരാം, അവരോട് എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക എന്ന് ലോത്ത് പറയുന്നുണ്ട്. ആ ജനക്കൂട്ടം അവരെ പിച്ചു ചീന്തുകയായിരുന്നെങ്കിൽ അവരെ രക്ഷിക്കാൻ അവരുടെ പിതാവ് ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്ന ഒരു ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് ആ 2 പെൺകുട്ടികളുടെ ഒരു സംവാദം കൊടുത്തിട്ടുണ്ട് ഇതിൽ. സാറായെ സംബന്ധിച്ചിടത്തോളം ഏത് മകന് വേണ്ടിയാണോ ഇസ്മായിലിനെ അവൾ ബലിയെടുക്കാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞത്, ആ മകനെ തന്നെ ബലിയെടുക്കാൻ വേണ്ടി ഈ പാട്രിയാർക്കായിട്ടുള്ള എബ്രഹാം എടുത്തുകൊണ്ട് പോകുമ്പോൾ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെയാകട്ടെ ഉപേക്ഷിക്കപ്പെട്ട മകനെ ജീവനിലേക്ക് അടുപ്പിക്കുകയും വെള്ളം കണ്ടെത്തുകയും അവിടെ വസിക്കുകയും നഗരവൽക്കരണം നടത്തുകയും 12 ഗോത്രങ്ങളിലെ രാജാക്കന്മാരുടെ അധിപതിയായി മാറുകയും ചെയ്ത അമ്മയാണ്. മനുഷ്യൻ അവരവരുടെ നിർണായകമായിട്ടുള്ള സന്ദർഭങ്ങളിലേക്ക്, ഹിസ്റ്ററിയിലേക്ക് നോക്കിയില്ലെങ്കിൽ ചരിത്രത്തിന്റെ പിൻബലത്തിലല്ലാതെ മുന്നോട്ട് ഓടാൻ പറ്റില്ല. അങ്ങനെ തന്നെ വായിക്കേണ്ടതാണത്. മരുഭൂമിയിലൂടെ അലയുന്ന ഒരു വേദനയാണ് ഈ നോവലിൻ്റെ ഒരു അനുഭവമായിട്ട് ഈ നോവൽ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിലും അവശേഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നോവലിൻ്റെ ആരംഭവും അത്തരത്തിലുള്ള ഒരു ഓട്ടത്തിൽ നിന്നാണ്, ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഓട്ടത്തിൽ നിന്നാണ്. ഈ അലച്ചിൽ നമുക്ക് സങ്കല്പിക്കാൻ മാത്രം കഴിയുന്ന ഒരു ലോകത്തിൻ്റെ നിത്യജീവിതം, നമുക്ക് സങ്കല്പിക്കാൻ മാത്രം കഴിയുന്ന ഒരു കാലാവസ്ഥയുടെ ഒക്കെ ഒരു അനുഭവ പാഠം എന്നതുപോലെയുള്ള ആവിഷ്കാരം ഈ രചനയുടെ കാലത്ത് ഈ ലോകത്തെ എങ്ങനെയാണ് ടീച്ചർ ഉള്ളിൽ കൊണ്ട് നടന്നത്? അത് നമുക്കറിയാം, ഇപ്പം എഴുതുന്ന ഒരു നോവലിൻ്റെ സ്ഥലകാലങ്ങൾക്ക് അപ്പുറത്ത് അനുഭവങ്ങളുടെ ഒരു മരുഭൂമിയുണ്ട്. മനസ്സിലായില്ലേ? ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്, മരുഭൂമിവൽക്കരണം. ഈ അലച്ചിൽ ഇന്ത്യയിലെ ഓരോ മനുഷ്യരും ഇപ്പൊ ഹൃദയത്തിൽ അനുഭവിക്കുന്നത് ദൈവത്തിന്റെ പേരിലുള്ള ഈ എന്താ പറയാ ഈ പേടിച്ചോട്ടങ്ങളാണ്. അവരവരുടെ ദൈവത്തെ നെഞ്ചത്തടക്കി പിടിച്ച് ഓടുകയാണ് ഓരോ മനുഷ്യരും, ന്യൂനപക്ഷങ്ങളായാലും ദളിതുകളായാലും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായാലും ഒക്കെ, ശൂദ്രരായാലും ഒക്കെ സ്വന്തം ദൈവങ്ങളെ മാറത്തടക്കി പിടിച്ച് ഓടുന്ന ഓട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാണ്ട് ദൈവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഓട്ടമല്ല ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ദൈവങ്ങളെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രൂഢമൂലമായി കിടക്കുന്ന ഭയത്തിൽ നിന്നാണ്. മനുഷ്യൻ്റെ ആത്യന്തികമായ പ്രശ്നം മരണമാണ്. മരണം പ്രശ്നമല്ല എന്ന് പറഞ്ഞാലും സയൻറ്റിഫിക്കായിട്ട് അതിന് എത്ര വ്യാഖ്യാനങ്ങൾ തന്നാലും മരണഭയം മനുഷ്യനെ വിട്ടുപോകില്ല. ഞാൻ മരിക്കേണ്ടവനാണ്, എനിക്ക് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ ഫിലോസഫിക്കലായിട്ട് തന്നെ ചിന്തിക്കാം. എൻ്റെ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു, പ്രകൃതിയിൽ ഞാൻ ലയിച്ചു പോയി, ഇല്ലാണ്ടായി എന്ന് പറയാം. പക്ഷെ മരണം എന്ന് പറയുന്നതിനെ എങ്ങനെ അഭിമുഖീകരിക്കും? അല്ലെങ്കിൽ എന്താണ് മരണം? ഞാനില്ല എന്ന് പറയുന്ന അവസ്ഥ എന്ത്? ഇത് അല്ലെങ്കിൽ അതിൻ്റെ ഭൗതികമായിട്ടുള്ള വേദന, ഇതൊക്കെ പ്രശ്നമാണ് മനുഷ്യന്. അപ്പം ഈ മരണഭയവും മരണാനന്തരം എന്ത് എന്ന് പറയുന്ന പിടികിട്ടായ്മയും ഇത് മനുഷ്യനെ ദൈവങ്ങളിലേക്ക് എത്തിപ്പിച്ചു. അല്ല, അതിനാണ് അവർക്ക് ദൈവത്തിൻ്റെ ആവശ്യം. അല്ലാണ്ട് ഇന്ന് ജീവിക്കാൻ ദൈവത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അത് തന്നെ ഇത് തന്നെ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെയല്ല. ഏറ്റവും ആഴത്തിൽ വേരൂന്നി കിടക്കുന്ന ഭയം, മരണാനന്തരം എന്ത് എന്ന് പറയുന്ന ആകാംക്ഷ തന്നെയാണ്, ഉത്കണ്ഠയാണ്, പേടിയാണ്. ഈ പേടിക്ക് പരിഹാരമാണ് ദൈവം. മനസ്സിലായില്ലേ? അപ്പൊ പേടിക്ക് പരിഹാരമായിട്ടുള്ള ദൈവത്തെ കൈയൊഴിയാൻ, അല്ലെങ്കിൽ ആ ദൈവത്തെ വിട്ടിട്ട് ദൈവം ഇല്ല എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് എത്താൻ സാമാന്യ മനുഷ്യർക്ക് വലിയ വിഷമാണ്. കാരണം മറ്റൊരു അഭയസ്ഥാനം എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമുക്ക് മുമ്പിലുണ്ട്. അതെ, അതിനെ ഏറ്റവും കച്ചവടവൽക്കരിക്കാനും അതല്ലെങ്കിൽ അതിനെ ഏറ്റവും ലളിതവൽക്കരിച്ച് പിന്നെ വിറ്റഴിക്കാനും ഒക്കെ സാധിക്കുന്നവരാണ് പൗരോഹിത്യവും രാഷ്ട്രീയക്കാരും ഒക്കെ. അവരെ മാറ്റി നിർത്തുക. നമുക്ക് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി നോക്കുക. അങ്ങനെ അടിത്തട്ടിലേക്ക് പോയി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും അല്ലെങ്കിൽ ജനങ്ങളും അവർ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരവരുടെ ദൈവത്തെ നെഞ്ചത്തടക്കി പിടിച്ച് ഓടുന്ന, മരുഭൂമിയിലൂടെ ഓടുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
അപ്പം മരുഭൂമി അവിടെയുണ്ട്. അത് ഭൗതികാർത്ഥത്തിൽ മരുഭൂമി അവിടെയുണ്ട്. നമ്മുടെ ഉള്ളില് മരുഭൂമിയുണ്ട്. നമ്മുടെ ഉള്ളിൽ മരുഭൂമിവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകം, ഒരു ഇന്ത്യ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട പാഗൻ സൊസൈറ്റിയിലെ മുഴുവൻ മനുഷ്യരെയും ആക്രമിക്കുന്ന തരത്തിലുള്ള അക്രമാസക്തമായ ഒരു ഏകദൈവം അല്ലെങ്കിൽ ഒരു സിമ്പൽ, ഒരു ബിംബം ഇങ്ങനെ പൊന്തി വരികയാണ്. അതിൻ്റെ പിന്നിൽ അധികാരശക്തിയുണ്ട്, സൈനിക ശക്തിയുണ്ട്, പണത്തിൻ്റെ ശക്തിയുണ്ട്, അക്രമ മനസ്സുണ്ട്. അക്രമ മനസ്സ് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിലും അധികാരം ഉണ്ടെങ്കിലും ഒരാളെ ആക്രമിക്കണോ വേണ്ടയോ എന്നുള്ളതിനെ പറ്റി ഒരു സന്ദേഹം ഉണ്ടാവുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഗുണകരം. സന്ദേഹമില്ലാതെ കൊന്നൊടുക്കാൻ കഴിയുന്ന നമ്മൾ ഫാഷിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ. എന്ന് മാത്രമല്ല, ഈ അടുത്ത് ഹിന്ദി കവിയായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് അദ്നാൻ കഫീൽ ദർവീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്ത്, അയാള് UP നിന്ന് പലായനം ചെയ്യപ്പെട്ട അനേകം കുടുംബങ്ങളിൽ പെട്ട ഒരാളാണ്. ഇന്ന് ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അയാള് UP കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഭൂതകാലത്തിലെ കുട്ടിക്കാലത്തെ UP ഇങ്ങനെയായിരുന്നില്ല, എൻ്റെ നാട്ടിലെ ആളുകളുടെ പെരുമാറ്റം ഇങ്ങനെയായിരുന്നില്ല, എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയ ആളുകളൊക്കെ ഞാൻ മുതിർന്നപ്പോൾ എന്തിനെന്ന് പോലും അറിയാതെ എന്നോട് വളരെ പരുഷമായിട്ട് പെരുമാറി തുടങ്ങി. അപ്പോൾ അതിനാണ് അതിന് വായിക്കുന്നത്, മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ, മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ, മുസ്ലിങ്ങളെ അടിച്ചമർത്തുമ്പോൾ UPയിലെ ഹിന്ദുക്കൾക്ക് അവർക്ക് സ്വയം ഒരു അസ്തിത്വമുള്ളതായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഒരു അപരവൽക്കരണത്തിലൂടെ നേടുന്ന ഒരു സ്വത്വം അല്ലെങ്കിൽ സ്വത്വബോധം, സ്വത്വാഭിമാനം, അതാണ് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഉള്ളതല്ല, അത് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മുമ്പുണ്ടായിരുന്നെങ്കിൽ മുമ്പ് ഇങ്ങനെ ഈ കവി പറഞ്ഞതുപോലെ ആ സ്വാഭാവിക പെരുമാറ്റം മുമ്പും ഉണ്ടാവാതിരിക്കണമല്ലോ, അല്ലേ? അപ്പൊ മുമ്പുണ്ടായിരുന്ന ഒന്ന് ഇപ്പൊ ഇല്ല എന്ന് പറയുമ്പോൾ പുതിയ ഒന്ന് നിർമ്മിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ഈ അപരനെ ശത്രുവായിട്ട് കാണുന്ന ഒരു ഇന്ത്യ അല്ല നമുക്ക് ആവശ്യമെന്നാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ തീരുമാനിച്ചത്. നല്ലൊരളവ് വരെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചു. അപ്പോൾ അതിന് എന്ത് പേര് കൊടുത്താലും, ഇപ്പോൾ മതേതരത്വം എന്നുള്ള പേരിലായാലും അതല്ലെങ്കിൽ വലിയ സ്ട്രഗിള് ചെയ്തിട്ട് തന്നെയാണ് അത് കടന്നു വരുന്നത്. സത്യത്തിൽ വിഭജനം എന്തിനു വേണ്ടിയായിരുന്നു? അധികാരത്തിന് വേണ്ടിയായിരുന്നു, മനുഷ്യർക്ക് വേണ്ടി ആയിരുന്നില്ല, അല്ലേ? എനിക്കോ നിനക്കോ അധികാരം എന്നുള്ളത് തന്നെയായിരുന്നു പ്രശ്നം. അതിൽ ജയിച്ചവരും തോറ്റവരുമാണ് ഉണ്ടായിരുന്നത്. അവിടെ വിഭജിക്കപ്പെട്ടു പോയ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വേദനയാണ് വന്നുള്ളത്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് എന്ന് മുസ്ലിംസിനോട് പറയുമ്പോൾ അവരനുഭവിക്കുന്ന മരുഭൂമിയാണ് ഇന്ത്യ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ അപരത്വത്തെ ഈ നോവലില് വളരെ അടിസ്ഥാനപരമായിട്ടൊരു പ്രമേയമായിട്ട് തന്നെ നിലനിർത്താൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സോതോമിലെ ആളുകളുടെ പ്രകൃതത്തിലൂടെ അവരേറ്റവും കൂടുതൽ വെറുക്കുന്നത് പുറത്തു നിന്നുള്ള ആളുകളെയാണ്, പരദേശികളെ സഹായിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, പരദേശികളോട് സഹായം അഭ്യർത്ഥിക്കാനും പാടില്ല. പക്ഷേ അതേസമയം ഈ നോവലിലൂടെ നമുക്ക് തിരിച്ചറിയാവുന്ന മറ്റൊരു കാര്യം, ലോകത്തിൻ്റെ പരിണാമം അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ പരിണാമം അനേകം കലർപ്പുകളിലൂടെയുള്ളതാണ്. ഈ മരുഭൂമിയിലൂടെയുള്ള ഈ അലച്ചിൽ യാത്ര എന്നുള്ളത് ഈ കലർപ്പിന്റെ കൂടെ യാത്രയായിട്ട് നമുക്ക് വായിക്കാവുന്ന കലർപ്പുകളാണ്. മനുഷ്യ ജീവിതം ഒരു പ്രയാണമാണെങ്കിൽ ആ പ്രയാണത്തിൽ അങ്ങനെ ഒരു ഏകധാര മാത്രമല്ല ഉള്ളൂ. എല്ലാ ധാരകളും വന്നു ചേരുന്നു. ഭാഷയിലായാലും സംസ്കാരത്തിലായാലും സാഹോദര്യത്തിലായാലും പല ധാരകൾ വന്നു ചേർന്നിട്ട് ഒന്നിച്ചുള്ള ഒരു പ്രയാണോ ഒരു ഒഴുക്കോ ആണത്. അതുപോലെ തന്നെ ഇപ്പൊ ലോത്തിന്റെ ഭാര്യയെ, അതായത് ബൈബിളിലെ പേര് പോലും കൊടുക്കാത്ത ലോത്തിന്റെ ഭാര്യയെ ടീച്ചർ നോവലിലൂടെ വീണ്ടെടുക്കുന്നുണ്ട്. അതേസമയം ലോത്തിന്റെ മക്കളെ ടീച്ചർ സ്വന്തം കഥാപാത്രങ്ങളായിട്ട് പേര് നൽകി വിളിച്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു പുതിയ കാലത്തിരുന്നു കൊണ്ട് ഈ മിത്തുകളെ അല്ലെങ്കിൽ ബൈബിളിനെ പരിഷ്കരിക്കുക കൂടി ആയിരുന്നു ഈ നോവലിലൂടെ ടീച്ചർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ലോത്തിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ലോത്തിന്റെ വിശ്വാസങ്ങളോട് ഒട്ടും ആഭിമുഖ്യം അവർക്കില്ല. അവർക്ക് അവരുടെ ദൈവത്തെ കൂടെ കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ലോത്ത് അനുവദിക്കുന്നത് കൊണ്ട് മാത്രം ലോത്തിന്റെ കൂടെ പോകുന്നു എന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷെ അവര് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നതും ഒരു മാറുന്നു എന്നുള്ളതും. ഈ കഥാപാത്രങ്ങളെ വീണ്ടെടുത്ത
ആ ഒരു എഴുത്തിനെ കുറിച്ച് ടീച്ചർ ഒന്ന് പറയും. തങ്ങളോട് പ്രവർത്തിച്ച അനീതി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാതെയാണ് ബൈബിളിലായാലും സ്ത്രീകൾ നിലനിൽക്കുന്നത്, എല്ലാ ഇതിലും എന്ന പോലെ തന്നെ. അപ്പം അതിൽ ഏറ്റവും വലിയ അനീതി പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അനീതിയെ നേരിടേണ്ടി വരുന്ന 3 കഥാപാത്രങ്ങളാണ്, സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇവർ. ഒന്ന് ലോത്തിൻ്റെ ഭാര്യ, മറ്റേത് കാരണം ഏകദൈവ വിശ്വാസത്തിൻ്റെയും സ്വന്തം വിശ്വാസത്തിൻ്റെ ഇടയിലുള്ള സ്ട്രഗിളാണ് അവളുടെ ലൈഫ്, അവളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. തന്നെയുമല്ല അവളിതൊക്കെ അനുവർത്തിച്ച് പോകുന്നു, അതിൻ്റെ പിന്നാലെ അനുയാത്ര ചെയ്യുന്നു എന്നുള്ളിടത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്ത്രീയുടെ നിസ്സഹായതയും ഭയവും ഒക്കെ കാരണമാണ്. വിവാഹം പിന്നെ നിയമങ്ങൾ ഒക്കെ ബാധകമാണ്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ജനക്കൂട്ടം ആക്രമിക്കാൻ വന്നപ്പോൾ പകരം ദൈവദൂതന്മാർക്ക് പകരം എനിക്ക് പുരുഷൻ്റെ സ്പർശം ഏറ്റിട്ടില്ലാത്ത 2 പെൺകുട്ടികളുണ്ട്, നിങ്ങൾക്ക് തരാം, അവരോട് എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക എന്ന് ലോത്ത് പറയുന്നുണ്ട്. യഥേഷ്ടം പെരുമാറിക്കൊള്ളുക എന്നാണ്. ഇത് അങ്ങനെ പറഞ്ഞു വെച്ചു ബൈബിള്. പക്ഷെ ഇവരെ അതിനെപ്പറ്റി എന്ത് ചിന്തിച്ചു? ഇവരുടെ ഉള്ളിലുണ്ടായിട്ടുള്ള വലിയ സംഘർഷം എന്തായിരുന്നിരിക്കും, അവരുടെ ഭയം എന്തായിരുന്നിരിക്കും. ആ ജനക്കൂട്ടം അവരെ പിച്ചു ചീന്തുകയായിരുന്നെങ്കിൽ അവരെ രക്ഷിക്കാൻ അവളുടെ പിതാവ് ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്ന ഒരു ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് ആ 2 പെൺകുട്ടികളുടെ ഒരു സംവാദം കൊടുത്തിട്ടുണ്ട് ഇതിൽ. അത് ഞാൻ വളരെ കൃത്യമായിട്ട് ഈ നടന്ന സംഭവങ്ങളെ മുഴുവനും കുട്ടികളുടെ കണ്ണുകൂടെ അവരുടെ സംവാദത്തിൽ കൂടെ പരസ്പരം അതിനെ പറ്റിയിട്ട് അതിൻ്റെ ശരി തെറ്റുകളെ പറ്റിയിട്ട് പറയുന്ന ഒരു ഇതുണ്ട്. തന്നെയല്ല അവരുടെ വളർച്ച എന്ന് പറയുന്നത് സ്വതന്ത്ര തീരുമാനം എടുക്കാനുള്ള വളർച്ചയാണ്. അതുകൊണ്ടാണ് അവർ രാക്ഷസന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ അവരിൽ നിന്ന് കുട്ടികളുണ്ടാക്കി നിലനിൽക്കുക എന്ന് തീരുമാനിച്ചത്. അപ്പനിൽ നിന്ന് മക്കളെ സ്വീകരിച്ചിട്ട് നിലനിൽക്കുക എന്ന അവരുടെ ഡിസിഷനാണ്. മനസ്സിലായി? പിന്നീട് വന്ന വ്യാഖ്യാതാക്കൾ, അത് ലിറ്ററേച്ചറിലെ വ്യാഖ്യാതാക്കളായാലും പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ടത് ചിത്രകാരന്മാർ പക്ഷേ ഈ പെൺകുട്ടികളെ കാമാസക്തകളായിട്ടുള്ള 2 സ്ത്രീകളായിട്ടാണ് ചിത്രീകരിച്ചത്. ലോത്തിനെയും അതെ. മിക്കവാറും പെയിന്റിങ്ങുകൾ എടുത്തു നോക്കിയാൽ അതിൽ ഒരേ ഒരു പെയിന്റിങ് മാത്രമാണ് ലോത്ത് ദുഃഖഭരിതനായിട്ട് ഞാൻ കണ്ടതായിട്ട് ഓർക്കുള്ളൂ. അതായിട്ട് അത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇതായിട്ട്, ചിത്രകാരൻ പ്രസിദ്ധനാണ്, പക്ഷെ അത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പെയിന്റിംഗ് ആയിട്ട് എനിക്കത് തോന്നിയില്ല. ഈ എല്ലാ പെയിന്റിങ്ങുകളിലും ഭയങ്കര മതാലസുകളായിട്ട് വസ്ത്രം അഴിഞ്ഞു പോയ നിലയിൽ അപ്പൻ്റെ 2 വശത്തിരിക്കുന്ന കാമാതുരരായിട്ടുള്ള 2 പെൺകുട്ടികളെയാണ് വരച്ചിട്ടുള്ളത് എല്ലാ പെയിന്റിങ്ങുകളും. ഇയാളും മദ്യപനും കാമാസക്തനുമായിട്ടുള്ള ലോത്തിനെയാണ്. അതല്ല എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ തോന്നൽ മാത്രമല്ല, അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെയല്ല. അത് കാമം കൊണ്ട് എന്നുള്ളതിനേക്കാൾ ഏറെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വംശം ഇനി മുരടിച്ചു പോകുന്നു. നമ്മൾ മാത്രമാണ് ഭൂമിയിലെ മനുഷ്യർ. നമ്മൾ 2 സ്ത്രീകളും ഇയാൾ ഒരേ ഒരു പുരുഷനും. അപ്പനിൽ നിന്ന് മക്കളെ സ്വീകരിക്കുക എന്നുള്ളത് അപ്പോഴും പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടുള്ളൊരു കാലം അല്ല. അത് അവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ശേഷം എന്നുള്ള റൂത്തിൻ്റെ കഥയിൽ പിന്നെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ നിൻ്റെ അമ്മായിയപ്പൻ്റെ കൂടെ ശയിച്ചിട്ട് കുട്ടികളെ ഉണ്ടാക്കുക എന്ന് പറയുന്നവർ. അപ്പോൾ കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ പുരുഷനുമായിട്ട് ബന്ധപ്പെടണം. അപ്പോൾ പുരുഷൻ അവിടെ അപ്പനാണ് എന്നുള്ളത് പിന്നീട് കടന്നു വന്ന ഒരു നിർബന്ധിതമായ പദവിവൽക്കരണമാണ്. പക്ഷെ അപ്പോഴും ഒരു കാര്യം പറഞ്ഞ ഉടനെ നടപ്പാവില്ലല്ലോ, നൂറ്റാണ്ടുകൾ കൊണ്ട് മാത്രമേ അത് വേറിട്ട് പോകുള്ളൂ. അപ്പോൾ ആ ഒരു കലുഷിതമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ, മിശ്രമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഇവർ എടുത്ത തീരുമാനം വളരെ ശരിയാണ്. വളരെ കൃത്യമായിട്ട് അവർക്ക് കുട്ടികൾ വേണം, അടുത്ത തലമുറ വേണം, അതിനെ അപ്പനുമായിട്ട് ശയിക്കുക എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞു ഒന്നുമില്ല, യാതൊന്നുമില്ല, മനുഷ്യ ഭൂമിയിലില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവരുടെ പലായനം. അവിടേക്കാണ് ഏമീർ എന്ന് പറയുന്ന വംശത്തിൽപ്പെട്ട ഒരാൾ വരുന്നത്. അപ്പം അയാളുടെ രാജ്യത്ത് ചെന്നപ്പോഴും അവർ ഈ തീരുമാനം എടുത്തു, ഇനി നമുക്ക് വേറെ ഗതിയൊന്നുമില്ല. അവരാകെ കണ്ട ഒരു പുരുഷൻ ഇസ്മായിലാണ്. അയാൾ ഇവരുടെ ഈ ചെയ്തികളിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അപ്പം ഇനി തിരിച്ചു പോയാൽ നമ്മളെ ആക്രമിക്കാനല്ലാതെ സ്വീകരിക്കാൻ ആരും ഉണ്ടാവില്ല. 10 തലമുറകൾ വരെ ആട്ടി അകറ്റാനാണ് പറഞ്ഞത്.
അപ്പോൾ അപ്പൻ്റെ ഗോത്രത്തിലേക്ക് അല്ലെങ്കിൽ അപ്പൻ്റെ ദൈവത്തിലേക്ക് നമുക്ക് തിരിച്ചു പോക്കില്ല. പിന്നെ നിലനിൽപ്പ് എങ്ങനെ ഏമിയരുമായിട്ട് ചേരുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ ഡിസിഷൻ എടുത്തതും അവരാണ്. അങ്ങനെയാണ് 2 മക്കൾ മോവാബും മറ്റേ ബെൻ അമ്മയും ഉണ്ടാകുന്നത്, 2 ആൺപിള്ളേർ. അവരുടെ പേരിലുള്ളതാണ് ഇപ്പോഴത്തെ ജോർഡാൻ്റെ തലസ്ഥാന നഗരം. മോവാബുകളും അമ്മോന്യരുണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കുന്നവരായിട്ടാണ് സ്ത്രീകളായിട്ട് അവര് വളരുകയും കൂടിയാണ്. അതും പിന്നെ ഈഡിത്തിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ തിരിഞ്ഞു നോട്ടം എന്ന് പറയുന്നത് അതിന് അനേക വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കാം. അനേകം വ്യാഖ്യാനങ്ങൾ. ഒറ്റ വ്യാഖ്യാനം നമുക്ക് ഒരുപക്ഷെ പരിചയമുള്ളൂ. അത് ഇതാണ് ദൈവത്തെ ധിക്കരിച്ചു എന്ന് പറയുന്ന വ്യാഖ്യാനം. പക്ഷെ മനുഷ്യൻ അവരവരുടെ നിർണായകമായിട്ടുള്ള സന്ദർഭങ്ങളിലേക്ക് ഹിസ്റ്ററിയിലേക്ക് നോക്കിയില്ലെങ്കിൽ ചരിത്രത്തിന്റെ പിൻബലത്തിലല്ലാതെ മുന്നോട്ട് ഓടാൻ പറ്റില്ല. അങ്ങനെ തന്നെ വായിക്കേണ്ടതാണത്. നിങ്ങളോട് മുന്നോട്ട് ഓടാനാണ് പറയുന്നത്. മുന്നോട്ട് ഓടുമ്പോൾ നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നൊരു ചരിത്രമുണ്ട്. മുന്നോട്ട് എങ്ങനെ ഓടണം, ഏത് വഴിയെ ഓടണം എന്നുള്ളത് പിന്നിലേക്ക് നോക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനാവൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നും കൂടിയായിരിക്കാം ഒരുപക്ഷെ ടീച്ചർ അത് പിന്നിലേക്ക് പോവലല്ല, സത്യത്തിൽ തിരിഞ്ഞു നോക്കി ഉറപ്പിക്കില്ല, പിന്നിൽ നിന്ന് പഠിക്കലൂടെയാണ്. ബൈബിളിലും ഖുറാനിലും ഒക്കെ ഒരുപോലെ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള ഒരു ഇബ്രാഹിമിന്റെ അടിമ സ്ത്രീകളിൽ ഒരാളായിരുന്ന ഹാഗർ ടീച്ചറുടെ രചനകളിൽ തന്നെ ആവർത്തിച്ചു വരുന്ന ഒരു കഥാപാത്രം കൂടിയാണ്. അപ്പം ആദി എന്ന് പറഞ്ഞ നോവലില് ഹാഗറിനെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഈ സന്ദർഭം തന്നെ ഇപ്പം സഫ മറവ കുന്നുകൾക്കൊക്കെ ഇടയിലൂടെയുള്ള ഹാഗറിന്റെ ഓട്ടവും സംസം വെള്ളത്തിന്റെ പ്രവാഹവും ആരംഭവും ഒക്കെ ടീച്ചർ ഒരു നരേറ്റീവിൽ അവതരിപ്പിച്ചത് പോലെയല്ല പക്ഷേ കറയുടെ പരിസരത്തേക്ക് വരുമ്പോൾ അതിനെ അവതരിപ്പിക്കുന്നത്. അതെനിക്ക് വളരെ സവിശേഷമായി തോന്നി. ഈ 2 നോവലുകളെയും ഞാനത് ഒരുമിച്ചിരുന്ന് അങ്ങനെ വായിക്കുകയും ചെയ്തു ഈ ഒരു സന്ദർഭങ്ങളെ. ഒരു എഴുത്തുകാരി എങ്ങനെയാണ് ഒരു കഥയെ അല്ലെങ്കിൽ ഒരു മിത്തിനെ തൻ്റെ സൃഷ്ടിക്ക് അനുയോജ്യമായി വ്യാഖ്യാനിക്കുകയോ വായിക്കുകയോ അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമായിട്ട് എനിക്ക് ഈ കഥാപാത്രത്തിന്റെ 2 ആഖ്യാനങ്ങളെ താരതമ്യം അനുഭവപ്പെടുകയും ചെയ്തു. ഹാഗറിനെ ടീച്ചർ അത്രയും ഉള്ളിൽ സ്വാംശീകരിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഹാഗറിനെ കുറിച്ച് പറയാം. അല്ല, ഹാഗറിന് സ്വാഭാവികമായിട്ടും ഹാഗറിനോട് നടത്തിയിട്ടുള്ള നീതി നിഷേധം തന്നെയാണ് അവളോടുള്ള ഏറ്റവും വലിയ ആകർഷണം. സാറ പ്രബലയാണ്, ഗോത്രപിതാവിന്റെ ഭാര്യയാണ്, അധികാരസ്ഥാനമുള്ളവളാണ്, അംഗീകാരമുള്ളവളാണ്. ഇത് അടിമയാണ്, സാറയുടെ അടിമയാണ് ഈജിപ്ത് ഹാഗർ. പക്ഷേ ഹാഗറിനെ സംബന്ധിച്ചിടത്തോളം അവളെ പിന്നെ അബ്രഹാമിന് കൊടുത്ത് ഒരു മകൻ ജനിക്കുന്നു. അതിൻ്റെ ശേഷം പിന്നെ അവള് ഉപേക്ഷിക്കപ്പെടുന്ന വെറും ഉപേക്ഷിക്കലല്ല, കൊണ്ട് കളയലാണ് മരുഭൂമിയിൽ. പുത്രനോടൊപ്പം അവളെ കൊണ്ട് കളയാണ് മരുഭൂമിയിൽ. അപ്പം നിസ്സഹായമായിട്ടുള്ള ഒരു അടിമ സ്ത്രീയെ അവളുടെ പുത്രനോടൊപ്പം കൊടും മരുഭൂമിയിൽ മരിക്കാൻ വേണ്ടി വിടുകയാണ്. ആ അനീതി അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീയോടുള്ള അനുഭാവം അത് സ്വാഭാവികമായിട്ടും സാറായോടുള്ളതിനേക്കാൾ കൂടുതൽ ഹാഗറിനോട് ഉണ്ടാവുമല്ലോ. ഈ നോവലിൽ അങ്ങനെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും പറ്റാതെ പോയ ഒരു സ്ത്രീയും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഹാഗറായിരിക്കാം. പക്ഷേ ഹാഗറിന് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ അവളുടെ ജീവിതാവസ്ഥ അനുവദിക്കുന്നില്ല. കാരണം അവൾ അടിമയാണ്. തന്നെയുമല്ല, അവൾക്കൊന്നുമില്ല. അവളുടെ കയ്യിൽ സ്വത്തില്ല, സമ്പത്തില്ല, യാതൊന്നുമില്ല. ഒരു പാത്രം വെള്ളവും എടുത്ത് അവളെ പറഞ്ഞു വിടുകയാണ്. മനസ്സിലായില്ലേ? ആ വെള്ളം തീരുന്നതോടുകൂടി മകൻ മരിക്കുന്നുള്ള ഉറപ്പായി അവൾക്ക്. ആദ്യം അവൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കേണ്ടവൾ. കാരണം എന്നാൽ എനിക്ക് അവനെ അടക്കം ചെയ്യാൻ പറ്റും. ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ എൻ്റെ മകൻ എന്ത് ചെയ്യും? അവനെങ്ങനെ പിന്നെ അവൻ്റെ മരണം എന്തായിരിക്കും? ഇത്തരത്തിലുള്ളൊരു അതിഭീകര അനിശ്ചിതാവസ്ഥയിലേക്കാണ് ഹാഗറിനെയും മകനെയും അബ്രഹാം പറഞ്ഞു വിട്ടത്. അപ്പോൾ അവൾ അവിടെ നിന്ന് അന്വേഷിച്ച് അവൾ ജലത്തിൻ്റെ ഉറവ കണ്ടെത്തുക തന്നെ ചെയ്തു. അതിലും വലിയ കാര്യം വേറെ ഇല്ല. ജലം ജീവനാണ് അല്ലേ? അപ്പോൾ ജീവൻ നിലനിർത്താനുള്ള ജലത്തിലേക്കാണ് അവൾ നടന്നത്. ആ നടത്തത്തിൻ്റെ ദുരന്തം മുഴുവനും ഒരു തുള്ളി വെള്ളം മകൻ്റെ വായിൽ കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ പോയി. അവിടേക്ക് എത്തി അവൾ മകനെ മടിയിൽ വെച്ചിരിക്കുമ്പോഴാണ്
യാത്രക്കാർ, മരുഭൂമിയിലെ യാത്രക്കാർ അവരെ കണ്ടുപിടിക്കുന്നത്, കച്ചവട സംഘം അവരെ കണ്ടുപിടിച്ചു. ആ വെള്ളം അവൾ പരിപാലിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം ഞങ്ങളിവിടെ താമസിച്ചോട്ടെ എന്ന് അവർ ചോദിക്കും. ഇവിടെ വെള്ളം ഉണ്ടല്ലോ, പറഞ്ഞ് താമസിക്കുന്നതിന് കുഴപ്പമില്ല, ഇവിടെ വന്ന് ഇതൊക്കെ വളർത്തി വലുതാക്കാൻ കുഴപ്പമില്ല, പക്ഷേ വെള്ളത്തിൻ്റെ അധികാരി ഞാനായിരിക്കും, ഞാനും എൻ്റെ മകനുമായിരിക്കും വെള്ളത്തിൻ്റെ അധികാരി. അവിടെ നിന്ന് ഹാഗാർ വളരുകയാണ്. പിന്നെ ഇസ്മായിലിന് വേണ്ടി ഈജിപ്തിലേക്ക് പെണ്ണന്വേഷിച്ച് പോവുക. തൻ്റെ നാട്ടിൽ നിന്ന് വേണം മകന് ഭാര്യ എന്ന്. ഈജിപ്തിലേക്ക് ഹാഗർ പോകുന്നുണ്ട്. ഇസ്മായിലിന് 12 മക്കളുണ്ടാകുന്നുണ്ട്. ഈ 12 മക്കളും കരുത്തരായിട്ടുള്ള 12 രാജാക്കന്മാരായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ ഹാഗാർ പാഴായിപ്പോയ ഒരു അമ്മയല്ല, മനസ്സിലായില്ലേ? ജീവൻ്റെ ജലത്തിലേക്കുള്ള അവളുടെ പ്രയാണമാണ്. അതേസമയം സാറ അവളറിയാതെ കണ്ട് അവളുടെ മകനെ എടുത്ത് ബലിക്ക് വേണ്ടി കൊണ്ടുപോകണം. അയാൾ പുരുഷാധിപത്യത്തിൻ്റെ ഒരു ലോകത്ത് സ്ത്രീയുടെ ഒരു അധികാരത്തിൻ്റെ ലോകവും രണ്ടും താരതമ്യമാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. സാറായെ സംബന്ധിച്ചിടത്തോളം ഏത് മകന് വേണ്ടിയാണോ ഇസ്മായിലിനെ അവൾ ബലിയെടുക്കാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞത്, ആ മകനെ തന്നെ ബലിയെടുക്കാൻ വേണ്ടി ഈ പാട്രിയാർക്കായിട്ടുള്ള എബ്രഹാം എടുത്തുകൊണ്ട് പോകുമ്പോൾ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെയാകട്ടെ ഉപേക്ഷിക്കപ്പെട്ട മകനെ ജീവനിലേക്ക് അടുപ്പിക്കുകയും വെള്ളം കണ്ടെത്തുകയും അവിടെ വസിക്കുകയും നഗരവൽക്കരണം നടത്തുകയും 12 ഗോത്രങ്ങളിലെ രാജാക്കന്മാരുടെ അധിപതിയായി മാറുകയും ചെയ്ത അമ്മയാണ് അവൾ. അതെ, ഈ ഖുറാനിലെ വ്യാഖ്യാനം പ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം ഹാജറയെയും ഇസ്മായിലിനെയും മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയും ഒരു പുതിയ ജനസമൂഹത്തിൻ്റെ ഉദയത്തിന് വേണ്ടി അവരെ മരുഭൂമിയിൽ ദൈവകൽപ്പന പ്രകാരം പാർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇസ്ലാമിലെ ഏറ്റവും വിശുദ്ധ കർമ്മമായിട്ടുള്ള ഹജ്ജിൽ ഈ സഫ മറുവ കുന്നുകൾക്കിടയിൽ ഈ ഹാജിറയുടെ ഓട്ടത്തെ ഇന്നും പിന്തുടർന്ന് ഓടുന്നുണ്ട് ആളുകൾ, ഹാജിമാരായിട്ട് പോകുന്ന ആളുകൾ. പക്ഷെ ഇതിൻ്റെ ഈ ദൈവകൽപ്പനയെ, അതിൻ്റെ പറയപ്പെടുന്ന ചരിത്രത്തെയൊക്കെ ടീച്ചർ എന്താ പറയുക, ഡീകൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നേരത്തെ ഇബ്രാഹിമിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സാറയെയും ഒരു മനുഷ്യ സ്ത്രീയായിട്ടാണ് ടീച്ചർ അവതരിപ്പിക്കുന്നത്. ഈ ഇബ്രാഹിമിന് പലപ്പോഴായിട്ട് ഈ നോവലിൽ അനുഭവപ്പെടുന്ന ദൈവകൽപ്പനകളെല്ലാം തന്നെ ഇത്തരം സംഘർഷ മുഹൂർത്തങ്ങളിൽ അത് ഏകാന്തമായി ചിന്തയിലോ അല്ലെങ്കിൽ തീരുമാനങ്ങളിലോ രൂപപ്പെടുന്ന ദൈവകൽപ്പനകളായിട്ട് കൂടെ ടീച്ചർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ദൈവകൽപ്പനകളെ ടീച്ചർ എങ്ങനെയാണ് വായിക്കുന്നത് ഇബ്രാഹിമിൻ്റെ? അത് നമുക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ബൈബിൾ എഴുതപ്പെട്ടതാണ്. എന്തെഴുതിയെന്നൊന്നും നമുക്കറിയില്ല. ഇത് ഹിസ്റ്ററി അല്ല, ഹിസ്റ്ററി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഹിസ്റ്ററി അല്ല എന്നും പറയാൻ പറ്റില്ല. കാരണം ഹിസ്റ്ററിക്ക് അപ്പുറത്തുള്ള സമൂഹ നിർമ്മിതിയുടെ പാഠങ്ങൾ അതിലിഷ്ടം പോലെ കിടക്കുന്നുണ്ട്. നരവംശാസ്ത്രം പരിശോധിച്ചാൽ അത് ബൈബിളുമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് ഒരുപാട് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ശരികൾ കോംപ്ലിമെൻ്ററി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ അതിൻ്റെ കാര്യം പറഞ്ഞതുപോലെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ നിർമ്മിതി നടന്ന കാലഘട്ടം അത്, മനസ്സിലായില്ലേ? ദൈവങ്ങളുടെ ഒരു തരം ക്രോഡീകരണവും ഒരുതരം സ്ഥാപനവൽക്കരണവും ആയിരിക്കണം ബൈബിളിൽ എഴുതപ്പെടുന്ന. ബൈബിളിൽ ദൈവത്തിൻ്റെ ഒരു സ്ഥാപനവൽക്കരണം അതിൽ നടന്നിട്ടുണ്ട്. ആരുടെ ദൈവത്തെ പറ്റിയാണോ എഴുതുന്നത് ആ ദൈവത്തെ മഹത്വവൽക്കരിക്കുകയല്ലാതെ ഇകഴ്ത്തുകയോ വിമർശനാത്മകമായി സമീപിക്കുകയോ ചെയ്യേണ്ട ആവശ്യം ബൈബിളിൻ്റെ എഴുത്തുകാർക്കില്ല. ഇത് തന്നെയാണ് ഈ ഹാഗാറിൻ്റെ കഥയിലും ഇബ്രാഹിമിനെ പറ്റി പറയുമ്പോൾ ഇസ്ലാം വിശ്വാസപ്രകാരം ആ മഹത്വവൽക്കരണമേ നടക്കുള്ളൂ. മനസ്സിലായില്ലേ? മഹത്വവൽക്കരണത്തിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് സംഭവ്യതകളെ കുറിച്ചിട്ട് മനുഷ്യൻ്റെ മനഃശാസ്ത്രപരവും ബൗദ്ധികവും അതുപോലെ തന്നെ ഭൗതികവും ആയിട്ടുള്ള ഒരുപാട് അവസ്ഥകളെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എത്താവുന്ന ചില നീതി വ്യവസ്ഥകൾ നമ്മൾ എത്തിപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ എത്തിപ്പെടുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വവൽക്കരണം കടന്നു വരില്ല. മറിച്ച് ഇത് എഴുതപ്പെട്ടതാണ് എന്നും അതുപോലെ തന്നെ ഇത് എഴുതിയ ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് എന്നും ആ ദൈവത്തെ സ്ഥാപനവൽക്കരിക്കലാണ് അവരുടെ ലക്ഷ്യം എന്നും മനസ്സിലാക്കുമ്പോൾ അതിനപ്പുറത്തൊന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ അപ്പുറത്ത് ചിന്തിക്കുമ്പോൾ
കിട്ടുന്നതാണ് സത്യത്തിൽ മഹത്വമില്ലാത്ത ദൈവം എന്ത് എന്ന് പറയുന്ന ഒരു സംഗതി. അവിടെയാണ് ദൈവത്തെ നമ്മൾ പിന്നെ എന്താ പറയുക, വിമർശനാത്മകമായിട്ട് സമീപിക്കുക. അവിടെയാണ് നമ്മൾ ദൈവങ്ങളുടെ ബഹുസ്വരതയുടെ മുമ്പിൽ എല്ലാവരുടെ ദൈവവും പ്രധാനപ്പെട്ടതും അവകാശമുള്ളതുമാണ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യവൽക്കരണം നടക്കുക. മനസ്സിലായത്? ആ ജനാധിപത്യവൽക്കരണം മനുഷ്യൻ്റെ ആവശ്യമാണ് ദൈവം എന്നുള്ളിടത്തേക്ക് നമ്മൾ എത്തിക്കും. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭയത്തെ അകറ്റുന്നതിന് അവൻ മുറുകി പിടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ജീവിത വ്യഥകൾ, ഭയം മാത്രമല്ല, ജീവിത വ്യഥകൾ, നരകമാണ് ജീവിതം അവന്, അല്ലേ? ഈ ജീവിതമാകുന്ന കടൽ കടക്കാൻ സഹായിക്കണമെന്നാണ് പ്രാർത്ഥന. അപ്പോൾ ഈ ജീവിത വ്യഥകൾ, രോഗങ്ങൾ, ദുരിതം, പട്ടിണി, യുദ്ധം, ഇങ്ങനെ വരുന്ന വിപത്തുകൾ, പ്രകൃതി ദുരന്തങ്ങൾ, ഇവിടെയൊക്കെ ഒരു അഭയം വേണം മനുഷ്യർക്ക്. അവിടെ അഭയമായിട്ട് ആരും ഇല്ല, ഈ പറയുന്ന പുരോഹിതന്മാരും എത്തില്ല. അപ്പോൾ വ്യക്തിയുടെ ഉള്ളിലുള്ള ആവശ്യമാണ് ദൈവം. ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള ആവശ്യവും സ്ഥാപനവൽക്കരിക്കപ്പെട്ട ദൈവവും തമ്മിൽ ഒരു പൊരുത്തമില്ല. മനസ്സിലായില്ലേ? ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഈ വിഷയത്തിൽ നടക്കുന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഒരു പ്രധാന പരിമിതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മതനിരപേക്ഷത എന്നുള്ള ആശയത്തെ, മതങ്ങളൊന്നുമില്ലാത്ത എല്ലാവരും ഒരേ യുക്തിയിൽ ചിന്തിക്കുന്ന ഒരു ലോകത്തിന്റെ സങ്കല്പനമാണെന്നുള്ളതാണ്. ഈ പ്ലുരാലിറ്റിയെ, ബഹുസ്വരതയെ, അതിൻ്റെ കലർപ്പിനെ ആഘോഷിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് വളരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് എനിക്ക് തോന്നുന്നു ആർക്കാണ് പ്രാമാണിത്വം എന്ന് പറയുന്ന ഒരു ഇതിൽ തന്നെ വരുന്നത്. അത് അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, സമ്പത്തും അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ രാമനെ വെച്ചുകൊണ്ട് ഇന്ത്യ മുഴുവനും നമുക്ക് തോന്നിയതുപോലെ വ്യവഹാരം ചെയ്യാവുന്ന ഇന്ത്യയുടെ വിഭവങ്ങളായാലും പിന്നെ എല്ലാം അങ്ങനത്തെ ഒരു അധികാരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും എന്നുള്ളത് അത് ദൈവത്തെക്കാൾ അപ്പുറത്തുള്ള എന്തോ സംഗതിയാണ്. ദൈവത്തെക്കാൾ അപ്പുറത്ത് അധികാരത്തിൻ്റെയും ഒക്കെ ഒരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എങ്ങനെ ബലപ്പെടുത്താം എന്നുള്ളതാണ്. എങ്ങനെ ഒരു, ഇപ്പോൾ ഞാൻ ഇന്നാളിതിന് ഏതൊരു പുസ്തകം വായിച്ചു, കെ വേണുവിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വായിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം അയോധ്യ സന്ദർശിച്ച ഒരു സന്ദർഭത്തെ പറ്റി എഴുതി, ആത്മകഥയിൽ. അത് ഇതിൻ്റെ അന്ന് അയോധ്യ കാണാൻ പോകുമ്പോൾ 4000-ഓളം അമ്പലങ്ങളുണ്ട് അയോധ്യയിൽ, രാമക്ഷേത്രങ്ങൾ 4000-ലധികം. അപ്പോൾ കെ പറയുന്നത് ഈ 4000-ലധികം അമ്പലങ്ങളിലും അവരുടെ ഒരു മീറ്റിംഗ്, വിപ്ലവകാരികളുടെ മീറ്റിംഗ് നടത്താൻ വേണ്ടി ഒരു അമ്പലത്തിൻ്റെ ഊട്ടുപുര ഉപയോഗിച്ച സന്ദർഭമാണ് കെ വി അതിൽ ഓർക്കുന്നത്. അപ്പോൾ അതിൽ വിജനമായിട്ട് കിടക്കുകയാണ്, ഒന്നും അത് പാഴായി കെട്ടി നശിച്ചൊക്കെ പോയ തരത്തിൽ കിടക്കുന്നതാണ്. അതിൽ ഒരെണ്ണത്തിൻ്റെ ഊട്ടുപുരയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇവരുടെ നിർണായകമായ ഒരു പ്ലീനം കൂടുന്നത്, അങ്ങനെ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഈ 4000 അമ്പലങ്ങളിൽ ഒന്നും തന്നെ ഇത്രയധികം അമ്പലങ്ങളുള്ളപ്പോഴാണ് മസ്ജിദിന്റെ മുകളിൽ തന്നെ അമ്പലം പണിയണം എന്ന് പറയുന്നത്. ഇത് ദൈവത്തിന്റെ കളിയല്ല, മനുഷ്യന്റെ കളിയാണ്. തീർച്ചയായിട്ടും അതെന്തിന്റെ ആവശ്യമാണിത്? 4000-ലധികം രാമക്ഷേത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു പ്രദേശം. ഈ പ്രദേശത്ത് വീണ്ടും ഒരു അമ്പലം വേണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നവീകരിക്കാവുന്നതേ ഉള്ളൂ. അവിടെ അതല്ല ചെയ്തത്, മറിച്ച് ഒരു പള്ളി പൊളിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു അമ്പലം വെക്കുക എന്നുള്ളതാണ്. അത് പിന്നെ ലക്ഷ്യം വെക്കുന്നത് വിശ്വാസികളുടെ പ്രശ്നമല്ല, മറിച്ച് അധികാരത്തിൻ്റെ പ്രശ്നമാണ്. അധികാരത്തിന് വേണ്ടി രാമനെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിന് ഏറ്റവും നല്ല വഴി ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള ഒരു മതവിഭാഗത്തെ അവിടുന്ന് ഇതാക്കുക എന്നുള്ളതാണ്. അതിൽ മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഹീനമായ വികാരങ്ങളെ, അല്ലെങ്കിൽ അക്രമാസക്തിയെ, അതല്ലെങ്കിൽ ശത്രുതയെ, അപരനോടുള്ള വെറുപ്പിനെ ഒക്കെ ഉണർത്തിയെടുക്കുക, അതിലാണ് വിജയിച്ചത്. വിഭജനകാലത്ത് ഉണ്ടായിരുന്ന ഒരു സംഗതി നേരെയാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ മുഴുവനും പാഴാക്കിക്കൊണ്ട് അരികിലൂടെ വന്ന ദുരന്തമാണ് ഇത്. എന്ന് മാത്രമല്ല, ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വായിച്ചപ്പോൾ ഈ ഗ്രാമക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളും നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ധാരാളം അമ്പലങ്ങൾ പൊളിച്ചു കളയുകയും ധാരാളം വീടുകൾ പൊളിച്ചു കളയുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടും ദൈവികമായിട്ടുള്ള അമ്പലത്തിലേക്കുള്ള വഴിയോരം നോക്കിയാൽ എന്ത് ദൈവികതയുള്ളത്? ആ വഴിയോരത്തെ പാവപ്പെട്ട മനുഷ്യരെ, കച്ചവടക്കാര്, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ഉപജീവന മാർഗങ്ങളുള്ളവര്, അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അമ്പലത്തിൻ്റെ ആർഭാടം എത്ര വലുതാണ്? അപ്പോഴും പക്ഷേ
എന്നെ ഞെട്ടിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരു ചാനലിൽ കണ്ടു. അപ്പോൾ അതിലൊരു വീട് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾ പറയുന്നതാണ്, എനിക്ക് എൻ്റെ വീട് പോയി എങ്കിലും രാമനൊരു വീട് ഉണ്ടായല്ലോ. ഇതയാള് വളരെ സന്തോഷകരമായിട്ടല്ല പറയുന്നത്, എന്ത് വെച്ചാൽ അവരുടെ നിസ്സഹായാവസ്ഥയിൽ നിന്നുകൊണ്ട് കൂടിയാണ് പറയുന്നത്. കാരണം ഒരു എതിർ ശബ്ദത്തിനോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത പോലും അവിടെ അവശേഷിക്കുന്നില്ല. അതെ. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തില് ഈ നോവലിന്റെ ഒരു വായന വളരെയേറെ പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ലോകത്തെ വിശ്വാസത്തെ എല്ലാം ഏകശിലാത്മകമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ ഇത്തരം ബഹുസ്വരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളെ, പുനർവായനകളെ വായനക്കാർ ആഘോഷിക്കേണ്ടതുണ്ട് എന്നുകൂടി എനിക്ക് തോന്നുന്നുണ്ട്.